UGC നെറ്റിന് എപ്പോൾ പ്രിപ്പറേഷൻസ് ആരംഭിക്കാം? ഒരുപാട് പേരുടെ ഭാഗത്ത് വന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പല കുട്ടികളുടെയും സ്വപ്ന ജോലിയാണ് കോളേജ് അധ്യാപകനാകുക എന്നുള്ളത്. കോളേജ് അധ്യാപകനാകണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് PG വിത്ത് നെറ്റ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം UGC നെറ്റ് കോമേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് UGC നെറ്റ് കോമേഴ്സ് ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. ഒരു വർഷം 2 പ്രാവശ്യമായിട്ടാണ് നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും ആയിട്ടാണ് യൂഷ്വലി എക്സാം വരാം. അപ്പോൾ ഈ എക്സാമിൽ നമുക്ക് പാസ്സായിട്ടൊരു കാര്യമില്ല, പാസ് മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. ഇതിൽ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ളവർക്ക് NTA JRF കൊടുക്കും, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ സാധിക്കും, ഗവൺമെൻറ് നിങ്ങൾക്ക് പൈസ തരും. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മാർക്കുള്ള കുറച്ച് കുട്ടികൾക്കാണ് JRF കിട്ടുക. അതിൻ്റെ താഴെ ആണ് നമുക്ക് നെറ്റ്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇൻഡെപ്ത് നോളേജ് വേണം. ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള PSC ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഇവിടെ നെഗറ്റീവ് മാർക്സ് ഇല്ല. ബട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞു നെഗറ്റീവ് മാർക്സ് ഇല്ല, നമ്മൾ പാസ്സായി, പാസ് മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞില്ലേ. ഏറ്റവും ടോപ്പിലോട്ട് നമുക്ക് എത്താൻ സാധിച്ചാൽ മാത്രമേ JRF അല്ലെങ്കിൽ നെറ്റോ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. കോമ്പറ്റീഷൻ കൂടി വരാണ്. ഇപ്പോൾ ഞാനൊക്കെ MCOM ചെയ്യണ സമയത്ത് കോച്ചിങ് സെൻറ്റേഴ്സോ മറ്റു കാര്യങ്ങളോ ഇതൊന്നുമില്ല. ഉണ്ട്, പക്ഷേ നമ്മളതിനൊന്നും പോയില്ല. വളരെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ഈ കോച്ചിങ്ങിനൊക്കെ പോയി കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനൊക്കെ ചെയ്തിട്ടുള്ളത്, MCOM ഫസ്റ്റ് ഇയർ കഴിയുന്നു, സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സാണ് പറയാം, ഇങ്ങനെ നെറ്റിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യൂ, കോളേജിലോട്ട് നോക്കണമെങ്കിൽ നമുക്കത് വേണം. അപ്പോൾ നമ്മൾ ആദ്യം നെറ്റിനെ അപ്ലൈ ചെയ്ത് ഇതെന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി എഴുതും. അതാണ് ഞാനൊക്കെ ചെയ്തിട്ടുള്ളത്. ദെൻ രണ്ടാമത് എഴുതുമ്പോഴേക്കും MCOM ഒക്കെ കഴിയുന്നു. പിന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മെനക്കെട്ട് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു, കോമ്പറ്റീഷൻ കൂടിയിരിക്കുകയാണ്. കുറേ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇപ്പോഴത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്, MCOM അല്ലെങ്കിൽ PGക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കോച്ചിങ് ജോയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ MCOMന് ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നെറ്റിൻ്റെ കോച്ചിങ് അതിൻ്റെ കൂടെ. കാരണം എപ്പോഴും ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്ന സമയത്ത് തന്നെ നെറ്റ് അപ്ലൈ ചെയ്യുക എങ്കിൽ ഏറ്റവും സൂപ്പർ. കാരണം നമ്മൾ MCOMന് പഠിക്കുന്ന പേപ്പേഴ്സാണ് മെജോറിറ്റി നെറ്റിന് പഠിക്കാനുള്ള. നേരെ മറിച്ച് MCOM കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ മെനക്കെടേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റ് എഴുതുകയാണെങ്കിൽ എന്താ, സബ്ജക്റ്റായിട്ട് ടച്ച് ഉണ്ട് ഓൾറെഡി. സോ അതുകൊണ്ടാണ് MCOMന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ നെറ്റിൻ്റെ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. 1 ഇയർ കഴിഞ്ഞ്, അപ്പോൾ ആ ഒരു വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ സാവധാനം നിങ്ങൾക്ക് പഠിക്കാം. ധൃതി പിടിച്ചിട്ട് 4 മാസത്തെയോ 5 മാസത്തേക്കോ ചെയ്യുന്നതിന് പകരം 1 ഇയർ നമുക്ക് ജോയിൻ ചെയ്ത് 1 ഇയർ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ദെൻ 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ നെറ്റ് അപ്ലൈ ചെയ്ത് എഴുതാം. സോ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്ത് വരുന്നൊരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാ. നമ്മുടെ കാലഘട്ടത്തിൽ MCOM ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നെറ്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ആദ്യമൊക്കെ എഴുതാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ പോവാറ്. പിന്നെ MCOM കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ MCOM ലാസ്റ്റ് സെമസ്റ്റർ ഒക്കെ വരണ സമയത്താണ് ഇതിലോട്ട് കുറച്ചും കൂടി ഒരു സീരിയസ്നെസ് കാണാറ്, ഒരു പ്രാവശ്യം എഴുതിയതിൻ്റെ ഒരു പരിചയം വെച്ചിട്ട്. ബട്ട് ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടി,
അതുകൊണ്ട് തന്നെ കുട്ടികൾ PGക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഇതിന് പഠിക്കാനുള്ള പല പേപ്പേഴ്സും ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എഡ്ജ് കിട്ടും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, കോളേജ് അധ്യാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്ന ജോലിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും PGക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നെറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം കുറച്ച് മാറ്റി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാവധാനം ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്കും അപ്ലൈ ചെയ്ത് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ എക്സാം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കുട്ടികളും ആദ്യം എഴുതിയിട്ട് കിട്ടിയില്ല. അത് വറിയാവേണ്ട കാര്യമില്ല. പലരും 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ പല പ്രാവശ്യം എഴുതി ഇത് ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും വരാം. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പാസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലരും പാസ്സാവുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ നിങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് JRF അല്ലെങ്കിൽ നെറ്റോ കിട്ടുള്ളൂ. ദെൻ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ ഉണ്ടാകുന്ന മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് മാനേജ്മെന്റ് ഈ സബ്ജക്റ്റ് മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള പല PSC എക്സാംസും വരും. ഇപ്പം ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ളോ അല്ലെങ്കിൽ PG ബേസ് ചെയ്തിട്ടുള്ളോ പല കോമ്പറ്റേറ്റീവ് എക്സാംസും വരും. അപ്പോൾ ഈ സിലബസ് ഒക്കെ അതിലോട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ളതാണ്. അപ്പോൾ നെറ്റിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അങ്ങനെ പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ളതാണ്. സോ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താ? നെറ്റ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പല മറ്റ് പോസ്റ്റുകൾക്കും ഗുണം ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.